ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അനാമിക. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു A4 ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഇൻസ്പിറേഷണൽ ഗ്രിഡ് അല്ലെങ്കിൽ വാൾ ഗ്രിഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുക്കുക. അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഇതേ രീതിയിൽ റോൾ ചെയ്ത് തുടങ്ങുക. ആൻഡ് ലാസ്റ്റത്തെ എൻഡ് വരുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഫെവിക്കോളോ സെല്ലോ ടേപ്പോ വെച്ചിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൂടി കൊടുക്കുക. ഇതേ രീതിയിൽ കുറച്ചധികം റോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ റോൾസിൻ്റെയും രണ്ടെൻഡും ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ടൊന്ന് കൊടുക്കുക. എല്ലാത്തിൻ്റെയും ഹൈറ്റ് ഒന്ന് സെയിം ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ 6:6 റേഷ്യോയിലാണ് ഈ ഒരു ഇൻസ്പിറേഷണൽ ഗ്രിഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ടോട്ടൽ 12 സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെക്കുന്നത് വെർട്ടിക്കലായിട്ടും 6 സ്റ്റിക്സ് വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഹൊറിസോണ്ടലായിട്ടും 6 സ്റ്റിക്സ് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതേ രീതിയിൽ 7 വെച്ച് ചെയ്യാം, 8 വെച്ച് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഒരു ഇൻസ്പിറേഷണൽ ഗ്രിഡിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം ഫെവിക്കോൾ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും. ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്സോ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ ഇൻസ്പിറേഷണൽ ഗ്രിഡിൻ്റെ ഫൈനൽ ലുക്ക്. ആ ഒരു സ്റ്റഡി ഏരിയൻ്റെ ലുക്ക് തന്നെ മാറും. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.